ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ട്രേഡ് ഡീറ്റെയിൽസിലേക്ക് സ്വാഗതം. ഇന്ന് ടോട്ടൽ 4 ട്രേഡാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തത്. ഈ 4 ട്രേഡിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഈ ഒരു 3 ട്രേഡ് വളരെ ചെറിയ പ്രോഫിറ്റിലാണ് നമ്മൾ എക്സിറ്റ് ചെയ്തത്. ഇത് ചെറിയ പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാൻ കാരണം ഇതൊരു അത്ര ഹൈ പ്രോബിലിറ്റി ട്രേഡ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് ഒരു സ്കാൽപ്പിംഗ് ട്രേഡാണ് എടുത്തത്. സോ അതുകൊണ്ടാണ് വളരെ ചെറിയ പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്തത്. മെയിനായിട്ട് ട്രേഡ് എടുത്തത് ഹൈ പ്രോബിലിറ്റി ട്രേഡ് ഇതായിരുന്നു. 51,100 പി സെല്ല് ചെയ്തതാണ്. സോ ഈ ഒരു ട്രേഡിൽ ഏകദേശം 10,000 രൂപ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഈ ഒരു ട്രേഡിന്റെ ഡീറ്റെയിൽസിലേക്ക് ലോജിക്കിൽ ഈ ഒരു ട്രേഡ് എടുക്കാനുള്ള ലോജിക്കും എന്താണ് എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു 5 മിനിറ്റ്സ് ചാർട്ടാണ്. നമുക്കിന്ന് കാണാൻ കഴിഞ്ഞു ഒരു ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നല്ല ഒരു സെൽ ഓഫ് കാണാൻ കഴിഞ്ഞു. അതിനുശേഷം ഇവിടെ ഈ ഒരു കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു ലോയിൽ വന്നുകൊണ്ട് മാർക്കറ്റ് വീണ്ടും ഒരു സെൽ ഓഫ് കാണാൻ കഴിഞ്ഞു. ഇവിടുന്ന് പൊതുവെ എല്ലാവരും ഒരു ട്രേഡിൽ എൻട്രി ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അവരെല്ലാം ട്രാപ്പ് ആക്കിയാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയി. സോ ഞാൻ എൻട്രി ചെയ്തത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 മിനിറ്റ് ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഒരു 1 മിനിറ്റിന്റെ ചാർട്ടാണത്. ഈ 1 മിനിറ്റിന്റെ ചാർട്ടിൽ ഈ ഒരു നമുക്ക് കാണാൻ കഴിയുന്ന മാർക്കറ്റ് ഒരു ഇവിടുന്ന് ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് വന്നിരുന്നത്. ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത് വന്ന് ഇവിടുന്ന് ഒരു 10 ചേഞ്ച് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഒരു ഹയർ ഹൈ ആണ് കാണാൻ കഴിഞ്ഞത്. സോ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത ഇവിടുന്നാണ് ഞാൻ എൻട്രി എടുത്തത്. ഏകദേശം ഒരു നല്ല ഒരു റിസ്ക് റിവാർഡുള്ള ഒരു എൻട്രി ആയിരുന്നു അത്. നമ്മൾ റിസ്ക് റിവാർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലാണ് ഞാൻ എൻട്രി എടുത്തത്. ഈ ഒരു ക്യാൻഡലിന്റെ താഴെയായിരുന്നു എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ഏകദേശം ഈ ഒരു ലെവലാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. ഏകദേശം 1:4 അടുത്ത് നമുക്ക് ഈ ഒരു ട്രേഡിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞു. സോ നമ്മളിപ്പം ഒരു ട്രേഡിൽ എൻട്രി ചെയ്യുന്ന സമയത്ത് നമ്മളുടെ റിസ്ക് എത്രയാണ് എന്നുള്ളതാണ് നോക്കേണ്ടത്. നമ്മൾ മിനിമം ഒരു 1:2 എങ്കിലും നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിയണം. ആ ട്രേഡിൽ മാത്രമേ നമ്മൾ എൻട്രി ചെയ്യാൻ പറ്റൂ. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലോങ് ടൈമിലേക്ക് എല്ലാവരും ലോങ് ടൈമിലേക്ക് എന്തുകൊണ്ടാണ് ഫെയിൽ ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ ഒരു റിസ്ക് റിവാർഡ് മാച്ച് ആകാത്തതുകൊണ്ടാണ്. സോ നമ്മളിപ്പം ഒരു ട്രേഡിൽ എൻട്രി ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിസ്ക് റിവാർഡ് മിനിമം 1:2 എങ്കിലും വേണം. എന്നാലേ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ടൊരു മന്ത്ലിയും ഇയർലി ഒക്കെ ആയിട്ട് ഒരു പ്രോഫിറ്റിൽ എൻട്രി ചെയ്യാൻ കഴിയുള്ളൂ. സോ ഇതാണ് ഇന്നത്തെ ട്രേഡ് ഡീറ്റെയിൽസ്. അതിനുശേഷം നല്ലൊരു അപ് ട്രെൻഡാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇനി ഈ ഒരു ട്രേഡിൽ എനിക്ക് വന്ന കോസ്റ്റ് എത്രയാണ് എന്നുള്ളത് നോക്കാം. ഈ ഒരു ട്രേഡിൽ ഒരു 400 രൂപയുടെ അടുത്താണ് ടോട്ടൽ. ബ്രോക്കറേജ് വന്നത് 160 രൂപ, GST 48, STT 71, അങ്ങനെ ടോട്ടൽ ഒരു 400 റുപ്പീസിന്റെ അടുത്താണ് നമുക്ക് ഈ ഒരു ട്രേഡിൽ കോസ്റ്റ് വന്നിട്ടുള്ളത്. സോ ഏകദേശം 12,000 സംതിങ് നമുക്ക് ഈ ഒരു ഇന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇന്ന് വളരെ നല്ല ഒരു ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസുമായിട്ട് ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.